ചക്രവർത്തി തടിയനാണ്. നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട്. അപ്പം അത് നമ്മുടെ ഉജ്ജ്വലേട്ടൻ്റെ സ്വപ്ന ഭവനം ലക്ഷ്മി നിവാസ്. പോയാലോ? Bani tiwi auna Duk-duki bani tiwi auna Sapana bani tiwi auna Yo man ko kunama Duk-duki bani tiwi auna Mero har ek saas ma ചക്രവർത്തികളെ, അപ്പൊ നമുക്ക് അകത്തേക്ക് പോയാലോ? ഗായ്സ്, ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മളെ ഈ വീട് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. പിന്നെ ഈ വീടിലുള്ള മൊത്തം എല്ലാ വിൻഡോസും കസ്റ്റം ഡിസൈനാണ്. സ്റ്റീൽ വിൻഡോസ് ആട്ടോ വരുന്ന മൊത്തത്തിൽ. പിന്നെ വീടിൻ്റെ മെയിൻ ഡോസ്, ബാൽക്കണി ഡോസ്, ഓപ്പൺ ടെറസിലൊക്കെ നമ്മൾ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലെ ഡോസ് മൊത്തം റെഡിമെയ്ഡ് ആയിട്ടാട്ടോ വാങ്ങിയത്. പിന്നെ ചക്രവർത്തികളെ, നമ്മൾ ഈ വീടിൻ്റെ ഫുള്ള് ഡിസൈൻ ഉജ്ജ്വലേട്ടനാണ്. A to Z കാര്യങ്ങൾ ഉജ്ജ്വലേട്ടനാണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമും ഒരു ഓപ്പൺ കിച്ചണുമാണ് വരുന്നത്. ഗൈസ്, ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. ആ ബുദ്ധയുടെ സ്റ്റാച്ചുവിൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മൾ ഉജ്ജ്വലേട്ടൻ തന്നെ വരച്ചാട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ താഴെയുള്ള ഒരു റൂം കേട്ടോ. അറ്റാച്ച്ഡ് റൂമാണ്. ഇത് താഴെയുള്ള 2ാമത്തെ റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് കിണറാണ്. കിണർ പകുതി സ്ലാബ് വെച്ച് വാർത്തതാട്ടോ. ഗൈസ്, വരും നമുക്ക് ഇനി മേലോട്ട് പോവാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് മൊത്തം പ്ലൈവുഡ്, മൈക്ക, പിന്നെ കുറച്ച് മൾട്ടിവുഡൊക്കെ ബാക്ക് പാനലിലൊക്കെ ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സ്പേസ് ഇത് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബോസ്, ഗൃഹനാഥൻ, പിന്നെ അവരുടെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്പേസാണ്. ഉജ്ജ്വലേട്ടൻ്റെ ഐഡിയയിൽ ഏട്ടൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഇത് മേലത്തെ റൂമാണ്. റൂമിൽ മേലെ ഇരിക്കാനൊരു സ്പേസ് ജനലിൻ്റെ സൈഡിൽ ഉജ്ജ്വലേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ ജനലിൻ്റെ അവിടെ നിന്ന്. ഗായ്സ്, ഇനി നമുക്ക് ഈ ഉജ്ജ്വലേട്ടൻ്റെ റൂം കാണാം. ഫൈനലി നമ്മൾ ഉജ്ജ്വലേട്ടൻ്റെ റൂം എത്തി. ഇതാണ് ഉജ്ജ്വലേട്ടൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റം.
അപ്പോഴാണ് ഗൈസ് അമ്മ പായസം ഉണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, മേലെ നിന്ന് ഓടി പാഞ്ഞ് കൊണ്ട് താഴെ ഇറങ്ങിട്ടോ. എല്ലാവരും പണിയിലാണ്, ആൻറ്റിമാർക്ക് അവിടെ ബിസി പണിയിലാട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. അപ്പം അങ്ങനെ അറ്റ്ലാസ് നല്ല ചൂട് പാലട പ്രഥമൻ റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് അങ്ങനെ പായസം കുടിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് ഇറങ്ങാൻ നേരത്താണ് അവർ പറഞ്ഞ ഒരു കേക്കും കൂടി ഉണ്ട്, അതും കൂടി കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ കേക്കല്ലേ, അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് പോകാൻ വിചാരിച്ച്. हर एक दिन हजारों सोच र पीडामा डुब्छु म, पढ्न चाहन्छु सबै तिमीसँग। हरेक रात हेरी जुन तारा तिम्रै कल्पना गर्छु म, है जस्तै तिमी मसँग। कतिन्जेल कुरी बसु तिम्रै प्रतीक्षामा, समयले पर्खी बस्ला कहिलेसम्म। അപ്പം ഉജ്ജ്വലേട്ടനും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഞാനും ഞങ്ങളെ ഫ്രണ്ട്സും എല്ലാവരും ആശംസിക്കുന്നു. അപ്പൊ ചക്കര കുത്തളെ തടിയൻ പോരാ, തടിയനാണ്.